ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജനവാസ മേഖലയിൽ കാട്ടാന വീണ്ടും ഇറങ്ങുന്ന സാഹചര്യത്തിൽ കുതിരാനിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാകുന്നു. പീച്ചിയിൽ ഇന്ന് ഇതിനെ സംബന്ധിച്ച ഉന്നതതല യോഗമുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക കുതിരാനിൽ പ്രായോഗികമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ യോഗത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളടക്കം തന്നെ ഉണ്ടാകും. ഇത്തരത്തിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക സാധാരണ നടക്കുന്ന നടപടിയാണ്. എന്നാൽ അത് കുതിരാനിലേക്ക് എത്തുമ്പോൾ അതത്ര പ്രായോഗികമല്ല എന്നുള്ളതാണ് അരുൺ സഖറിയ, നമുക്കറിയാം വെറ്റിനറി സർജൻ അരുൺ സഖറിയ പറയുന്നത്. ആനയെ കാട് കയറ്റാൻ ദിവസങ്ങൾ നീണ്ട ദൗത്യത്തിന് വനം വകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് അരുൺ സഖറിയ പറയുന്നത്. പ്രത്യേക ആക്ഷൻ പ്ലാൻ ഒരുങ്ങുകയാണ് കുതിരാനിൽ ഒറ്റയാനെയും ആനക്കൂട്ടത്തെയും തുരത്താനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നു. ഇതിനെ സംബന്ധിച്ച പീച്ചിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. കുതിരാനിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക പ്രായോഗികമല്ല എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രത്യേക ആക്ഷൻ പ്ലാനിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പോലും ഒറ്റയാൻ വീണ്ടും ഇറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. സ്ഥിരമായി ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടവും ഒറ്റയാനുമൊക്കെ ഇറങ്ങുന്ന ആ കുതിരാനിൽ ഇനി ഒരു ഒറ്റയാന്റെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒറ്റയാനെയും ആനക്കൂട്ടത്തെയും തുരത്താനായിട്ട് ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ ഒരുങ്ങുന്നു. ഇന്നിതിനെ സംബന്ധിച്ച് പീച്ചിയിൽ ഉന്നതതല യോഗം ചേരുകയാണ്.